വലിയ എഞ്ചിൻ ബോട്ടുകൾ തീരത്തോട് ചേർന്ന് മത്സ്യബന്ധനം നടത്തുന്നതിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ വർക്കലയിൽ ഇടവ വെറ്റക്കട തീരദേശ റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. വള്ളങ്ങൾ കൂട്ടി റോഡിന് കുറുകെ വെച്ചായിരുന്നു ഉപരോധം. കോസ്റ്റൽ പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഉപരോധം അവസാനിച്ചു. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചെയ്യുന്നത്. സനിസ, എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തായിരുന്നു? വർക്കല ഇടവ വെച്ചക്കര തീരദേശ റോഡാണ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചത്. ഈ തീരത്തോട് ചേർന്ന് വലിയ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തതും ആവശ്യത്തിന് മീൻ ലഭിക്കാത്ത സാഹചര്യം അവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു എന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ആരോപണം. ഇന്ന് വൈകുന്നേരം 7 മണിയോടെയായിരുന്നു തീരദേശ റോഡ് ഉപരോധം ആരംഭിച്ചത്. ശക്തികുളങ്ങര, നീണ്ടകര എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നതിനെതിരെയാണ് വലിയ തരത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ചത്. വർക്കല ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് പോകുന്ന തീരദേശ റോഡാണ് ഈ ഒറ്റക്കട ഭാഗത്തുള്ളത്. മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ കൂട്ടി റോഡിന് കുറുകെ വെച്ചായിരുന്നു ഉപരോധം. വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നും അയിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുമായി പിന്നീട് സംസാരിക്കുകയായിരുന്നു. കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും സ്ഥലത്തെത്തിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു ആദ്യം മത്സ്യത്തൊഴിലാളികൾ ഉറച്ചു നിന്നത്. ശേഷം റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അതോടുകൂടി തന്നെ കോസ്റ്റൽ പോലീസ് എത്തി മത്സ്യത്തൊഴിലാളികളുമായി മധ്യസ്ഥ ചർച്ച സംസാരിക്കുകയും ആ ചർച്ചയ്ക്കിടയിൽ നാളെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഉപരോധം അവസാനിപ്പിച്ചത്. അഞ്ജലി. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.